ഈ ഇതിൽ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഗ്യാസ് വെലോസിറ്റി അറ്റ് മാക്സിമം എൻട്രോപ്പി പോയിന്റ് എഫ് ഓൺ ഫാൻ ഓഫ് കർവ് ഈസ് m=1. മാക്സിമം എൻട്രോപ്പി പോയിന്റിൽ മാക് നമ്പർ 1 വെലോസിറ്റി. അപ്പോൾ അത് ഒരു ഡെറിവേഷനാണിത്. ഷോ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന സംഭവം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്? അപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ളതാണിത്. ഇതെന്താണ്? ഇതൊരു HS ഡയഗ്രാണ്. വേണ്ട, HS ഇവിടെ കാണാനില്ല അല്ലേ? അപ്പോൾ ഇവിടെ H ഉണ്ട്, ഇവിടെ S ഉണ്ട്. എന്തായാലും എൻട്രോപ്പി ഡയഗ്രാം. അതിൽ ഫസ്റ്റ് കാണുന്ന പോയിന്റ് കണ്ടില്ലേ? ഇവിടുത്തെ പ്രഷർ Px. അപ്പോൾ ഈ പ്രഷറിൽ നിന്നും മറ്റൊരു പ്രഷർ ആഫ്റ്റർ ഷോക്കുള്ള പ്രഷർ എന്താണ്? Py. Px Pyയിലേക്ക് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഫാനോ ലൈനാണ്. അപ്പോൾ നമ്മൾ ഫാനോ ലൈൻ വരയ്ക്കാം. ഇവിടെ തിക്നെസ് കൂട്ടി വരയ്ക്കാം. ഇതാണ് നമ്മുടെ ഫാനോ ലൈനാണ്. ഓക്കെ, ഫാനോ ലൈൻ നമ്മൾ വരച്ചു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് മാക്സിമം എൻട്രോപ്പി പോയിന്റ് എഫ് ഓൺ ഫാനോ ലൈൻ മാക് നമ്പർ 1 ആണ്, ഗ്യാസ് വെലോസിറ്റി. അപ്പോൾ ഇതിൽ മാക്സിമം എൻട്രോപ്പി പോയിന്റ് ഇതിൽ ഏതാണ്? ഇതിൽ മാക്സിമം എൻട്രോപ്പി പോയിന്റ് നിങ്ങൾക്ക് കുറേ എൻട്രോപ്പി ഇതാണ്. അപ്പോൾ മാക്സിമം എൻട്രോപ്പി പോയിന്റ് ഇതിന് നേരെ വരുന്ന ലൈൻ അല്ലേ? ഇതിന് നേരെ വരുന്നത് എൻട്രോപ്പി മാക്സിമം ഉള്ള പോയിന്റ്. ഈ കാണുന്ന പോയിന്റാണ് മാക്സിമം എൻട്രോപ്പി. ഇവിടെയാണ് മാക്സിമം എൻട്രോപ്പി വരുന്നത്. അപ്പോൾ നമുക്ക് നോട്ട് ചെയ്യാം, ഇവിടെയാണ് മാക്സിമം എൻട്രോപ്പി വരുന്നത്. മാക്സിമം എൻട്രോപ്പി ഇവിടെയാണ് വരുന്നത്. ഇനി ഇവിടെ മാക് നമ്പർ =1 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ പോയിൻറ്റിൻ്റെ അടുത്തായിട്ട് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യണം. എന്ത്? ഒരു ഇൻഫിനിറ്റ്സിമൽ ഫാനോ പ്രോസസ്. കൺസിഡർ ആൻ ഇൻഫിനിറ്റ്സിമൽ, വളരെ ചെറിയ ഫാനോ പ്രോസസ്. എവിടെ? ഇൻ ദി വിസിനിറ്റി ഓഫ് എഫ്. ഇൻ ദി വിസിനിറ്റി ഓഫ് എഫ്. എഫ് എവിടെയാണ് ഉള്ളത്? ഇതാണ് ആ എഫ് എന്നുള്ള പോയിന്റ്. അപ്പോൾ എഫിനടുത്തായിട്ട് നമ്മൾ ഈ ചെറിയൊരു പ്രോസസ്സ്, മൊത്തം കർവല്ല ചെറുതായിട്ടൊരു പ്രോസസ്സ് കൺസിഡർ ചെയ്യുക. ഇൻഫിനിറ്റ്സിമൽ ഫാനോ പ്രോസസ് ഇൻ ദി വിസിനിറ്റി ഓഫ് എഫ്. ഇനി അവിടെയുള്ള ചേഞ്ചസ് എന്താണ്? ചെറുതായതുകൊണ്ട് രണ്ടാമത്തെ പോയിന്റ് അവിടെയുള്ള ചേഞ്ചസ് കുറവായതുകൊണ്ട് ചേഞ്ചസ് ബീയിങ് small, this process may be considered എന്തായിട്ട്? ചെറുതായതുകൊണ്ട് അവിടെയുള്ള ചേഞ്ചസ് ചെറുതായതുകൊണ്ട് എന്ത് ചെയ്യാം? ചെറിയ ചേഞ്ച് ആണെങ്കിൽ നമുക്ക് അതിന് റിവേഴ്സിബിളായിട്ട് പറയാൻ മുമ്പ് തെർമോഡൈനാമിക്സ് പഠിച്ചിട്ടുണ്ട്. ആസ് റിവേഴ്സിബിൾ, അതായത് ഡെൽറ്റ എസ് =0. എവിടെ? ഡെൽറ്റ എസ് നിയർ 0 എവിടെയാണ്? എല്ലായിടത്തല്ല, നിയർ എഫ് എന്നുള്ള പോയിന്റിൽ. അപ്പോൾ ഇതെന്തായി? റിവേഴ്സിബിൾ ആയതുകൊണ്ട് എന്തായി? ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഐസെൻട്രോപ്പിക്കായി. ഇംപ്ലൈസ് ഐസെൻട്രോപ്പിക്കായി. അപ്പം എന്തുണ്ടാവും? സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതായത് സ്റ്റാഗ്നേഷൻ എൻതാൽപ്പിനെ പറയുന്ന പേര് H0. സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി H0 റിമെയിൻസ് കോൺസ്റ്റൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
എച്ച് പ്ലസ് സി സ്ക്വയർ ബൈ 2 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അപ്പോൾ എച്ച് ബൈ സി സ്ക്വയർ എന്ന് പറയുന്ന പേരാണ് എച്ച് 0 ആണത്. ഓക്കെ, എച്ച് 0 കോൺസ്റ്റൻറ്റ് എന്ന് പറയുകയാണ്. റിമൈൻസ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ എച്ച് 0 ഈക്വൽ ടു ഇത് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അപ്പം ഇങ്ങനെ പറയാം, എച്ച് 0 remains constant means h plus c square by 2 remains constant means h plus c square by 2 ഫുൾ കോൺസ്റ്റൻറ്റ് മാത്രമേ ചെയ്ത്. രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ എന്ത് വരും, ഡിഫറൻഷ്യേറ്റിംഗ് ഇവിടെ എന്ത് വരും, ഡി എച്ച് പ്ലസ് 2c dc by 2 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് 0. ഈ 2 വെട്ടിപ്പോയി. അപ്പോൾ ഡി എച്ച് പ്ലസ് സി ഡി സി ഈക്വൽ ടു 0. ഡി എച്ച് പ്ലസ് സി ഡി സി ഈക്വൽ ടു 0. ഇനി അടുത്തത് എന്തായിരിക്കും, ഡി എച്ച് പ്ലസ് സി ഡി സി 0 ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പണ്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് ഡി എച്ച് ഈക്വൽ ടു മൈനസ് സി ഡി സി. ഡി എച്ച് പ്ലസ് സി ഡി സി ഈക്വൽ ടു 0 റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതവിടെ നിൽക്കട്ടെ. ഇത് എനർജി ഇക്വേഷനിൽ നിന്ന് വന്ന സംഭവമാണ്. അപ്പോൾ ഇത് ഇക്വേഷൻ 1 ഫ്രം എനർജി ഇക്വേഷൻ, അല്ലെങ്കിൽ ഫ്രം എനർജി ഇക്വേഷൻ അല്ല, എനർജി ഇക്വേഷൻ്റെ മറ്റൊരു ഫോം എന്ന് വേണമെങ്കിൽ പറയാം. എനർജി ഇക്വേഷൻ തന്നെയാണ്, അതിൻ്റെ മറ്റൊരു ഫോമാണ്. ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നമുക്കറിയാം മാസ് ഫ്ലോ റേറ്റ് ഫാൻ ഓഫ് ഫ്ലോയിൽ എന്ത് കോൺസ്റ്റൻ്റ് ആണ്, എം ഡോട്ട് എ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇൻ ഫാൻ ഓഫ് ഫ്ലോ, ഫാൻ ഓഫ് പ്രോസസ്. അപ്പോൾ എം ഡോട്ട് എ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, റോ സി. എം ഡോട്ട് എ എന്ന് വെച്ചാൽ റോ സി ആണ്. എം ഡോട്ട് ബൈ എ എന്ന് പറയുന്നത് റോ സി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഇംപ്ലൈസ് എന്താണ്, റോ സി കോൺസ്റ്റൻറ്റ് അർത്ഥമുണ്ട്. അപ്പോൾ റോ സി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എന്ത് വരും, ഈ റോ സി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്നുള്ളതിൻ്റെ ഡിഫറൻഷ്യേറ്റ് ബോത്ത് സൈഡ്. എന്ത് വരും, ഇവിടെ യു വി ഡി ബൈ ഡി എക്സ് ഡി ഓഫ് യു വി ഈക്വൽ ടു യു ഡി വി പ്ലസ് വി ഡി യു മാക്സ് പഠിച്ചിട്ടില്ലേ. അപ്പോൾ അതുപോലെ എന്ത് വരും, റോ ഡി സി പ്ലസ് സി ഡി റോ ഈക്വൽ ടു 0 കിട്ടും. അപ്പോൾ അതിൽ നിന്നും ഡി സി ഇവിടെ നിൽക്കട്ടെ, ബാക്കി അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ റോ ഡി സി ഈക്വൽ ടു മൈനസ് സി ഡി റോ. അപ്പോൾ ഡി സി ഈക്വൽ ടു മൈനസ് സി ഡി റോ ബൈ റോ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഫോർ ഐസെൻട്രോപിക് പ്രോസസ് നമുക്കൊരു കാര്യം അറിയാം. എന്ത്, ഫോർ ഐസെൻട്രോപിക് പ്രോസസ്സിൽ ഡി എച്ച് ഈക്വൽ ടു വി ടി പി ഇതിന് വന്നെന്ന് അറിയൂ. ഐസെൻട്രോപിക് പ്രോസസ് എന്ന് പറയുമ്പോൾ എച്ച് ഈക്വൽ ടു യു പ്ലസ് പി വി ആണ്. അപ്പോൾ ഡി എച്ച് എന്ത് വരും, ഡി എച്ച് ഈക്വൽ ടു ഡി യു പ്ലസ് ഡി ഓഫ് പി വി. ആ ഡി ഓഫ് പി വി എന്ന് പറയുന്നത് എന്താവും, പി ഡി വി പ്ലസ് വി ടി പി. ഈ ഡി യു പ്ലസ് പി ഡി വി എന്താണ്, ഡി ക്യു ആണ്. ഐസെൻട്രോപിക് പ്രോസസ്സിൽ എന്താണ്, ഡി ക്യു 0 ആണ്. അങ്ങനെയാണ് ഡി എച്ച് ഈക്വൽ ടു വി ടി പി വന്നത്. ഇനി വി ടി പി എന്നുള്ളത് വി ഈക്വൽ ടു എന്താണ്, 1/ρ. ഓൾറെഡി അറിയാലോ, മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഡി എച്ച് ഈക്വൽ ടു ഡി പി ബൈ റോ എന്ന് ഇവിടെ കിട്ടി. ഇവിടെ ഡി സി ഈക്വൽ ടു മൈനസ് സി ഡി റോ. ഏകദേശം നമ്മൾ പണ്ട് സൗണ്ടിൻ്റെ വെലോസിറ്റി ഡിറൈവ് ചെയ്ത അതേ സംഭവം തന്നെയാണ്. ഈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഈ സംഭവങ്ങൾ. അപ്പോൾ ഈ ക്വസ്റ്റൻ നമ്മളൊരു നമ്പർ കൊടുക്കുകയാണ്. ഈ ക്വസ്റ്റൻ നമ്പർ 2, ക്വസ്റ്റൻ നമ്പർ 3 കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2 and 3 in 1. ഡി എച്ച് ഇക്വൽ ടു മൈനസ് സി ഡി സിയിൽ ഈ ഡി സിക്ക് ഡി സി ഉള്ള സ്ഥലത്ത് എന്ത് കൊടുക്കുകയാണ്, ഈ ഡി സിയുടെ സ്ഥലത്തേക്ക് നമ്മൾ ഈ ഡി സിനെ ഇതിനുള്ളിലേക്ക് കൊടുക്കുകയാണ്, ഡി സി. അതുപോലെ ഡി എച്ചിന് പകരം എന്ത് കൊടുക്കുകയാണ്, നമ്മൾ ഇത് കൊടുക്കുകയാണ്. ഡി എച്ചിലേക്ക്
ഇവിടുന്ന് ഡി എച്ച് കൊടുക്കുന്നു, ഇവിടുന്ന് സി ഡി സി കൊടുക്കുന്നു. അപ്പോൾ എന്ത് വരും നമുക്ക് നോക്കാം. എന്താണ് വേണ്ടത്? ഡി എച്ച് ഈക്വൽ ടു മൈനസ് സി ഡി സി അല്ലേ, മൈനസ് സി ഡി സി അതിലേക്കാണ് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ഡി എച്ചിന് എന്തായിരുന്നു? ഡി എച്ചിന് ഡി പി ബൈ റോ. അപ്പോൾ ഡി പി ബൈ റോ ഈക്വൽ ടു മൈനസ് സി ഡി സിക്കോ, ഡി സിക്ക് പകരം മൈനസ് സി ഡി റോ ബൈ റോ, സി ഡി റോ ബൈ റോ. എവിടെയാണ് മൈനസ് സി ഡി റോ ബൈ റോ? മൈനസ് സി ഡി റോ ബൈ റോ, മൈനസ് സി ഇൻറ്റു ഡി റോ ബൈ റോ. അപ്പോൾ മൈനസ് സിയും പോയിട്ട് എന്താവും? സി സ്ക്വയർ ആവും, ബാക്കി ഡി റോ ബൈ റോ. ഇവിടെ ഡി പി ഉണ്ട്, ഡി പി ബൈ റോ ഉണ്ട്. ഈ റോയും വെട്ടിപ്പോയി. ഡി പി ബൈ ഡി റോ ഈക്വൽ ടു സി സ്ക്വയറിന് കിട്ടി. ഈ ഡി പി ബൈ ഡി റോ ഫോർ ആൻ ഐസെൻട്രോപിക് പ്രോസസ്സ് എന്താണ്? വീനോ എന്ത്? ഡി പി ബൈ ഡി റോ ഫോർ ആൻ ഐസെൻട്രോപിക് പ്രോസസ്സ് ഈക്വൽ ടു എന്താണ്? എ സ്ക്വയർ റൂട്ട് ഓഫ് ഇതാണ് എ. അപ്പോൾ എന്ത് വരും? ഇത് ഫോർ ആൻ ഐസെൻട്രോപിക് പ്രോസസ്സ് എന്ത് വരും? ഡി പി ബൈ ഡി റോ ഫോർ ഐസെൻട്രോപിക് പ്രോസസ്സ് ഈക്വൽ ടു എ സ്ക്വയർ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എ സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ എന്ന് കിട്ടും. അഥവാ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. 1 ഈക്വൽ ടു സി സ്ക്വയർ ബൈ എ സ്ക്വയർ, അഥവാ ഇംപ്ലൈസ് 1 ഈക്വൽ ടു എം സ്ക്വയർ. കാരണം എം ഈക്വൽ ടു സി ബൈ അറിയാമല്ലോ. അങ്ങനെ എന്ത് കിട്ടി? എം സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഓക്കെ.